സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂദയുടെ ലേഖനം 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഈ വചനഭാഗത്തേക്ക് ശ്രദ്ധയൊന്ന് തിരിക്കുക. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു നിർത്തുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ അന്ത്യം വരെയും അവൻ്റെ സന്നിധിയിലെത്തും വരെയും നമ്മെ സൂക്ഷിപ്പാൻ സർവശക്തനാകുന്നു. ഈ ഭൂമിയിൽ ചില മനുഷ്യരുണ്ട്, വിശേഷിച്ച് സോക്കോൾഡ് ക്രിസ്ത്യൻസ്, വിശ്വാസികളെന്ന് പറയുന്നവർ, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ തന്നെയാണ്. ഈ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ സങ്കല്പങ്ങളുണ്ട്. നാം എങ്ങനെ ജീവിക്കണമെന്ന്, നാം എങ്ങനെ നടക്കണമെന്ന്, നാം എങ്ങനെ ആയിരിക്കണമെന്ന് അവർക്ക് ഒരു സങ്കല്പമുണ്ട്. അവരുടെ രീതി അനുസരിച്ചല്ല നമ്മൾ നടക്കുന്നത് എങ്കിൽ, അവരുടെ രീതി അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അവർക്കിഷ്ടമില്ലാത്തതിനെ എല്ലാം പഴിക്കും. യൂദയുടെ ലേഖനം ആദ്യ അവസാനം അത് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്കിഷ്ടമില്ലാത്തതിനെ എല്ലാം അവർ പഴിക്കും. എന്നിട്ട് അവർ വിധി എഴുതും. ഇവൻ ദൈവാലോചന പ്രകാരം ജീവിക്കുന്നവനല്ല, അവൾ ദൈവാലോചന പ്രകാരം ജീവിക്കുന്നവരല്ല, ദൈവാലോചന പ്രകാരം നടക്കുന്നവരല്ല, അവർ ദൈവമക്കളല്ല. അങ്ങനെ വിധിപ്പാൻ, നമ്മെ അങ്ങനെ വിധിപ്പാൻ ഒരുത്തനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. വിധിക്കുന്നത് ദൈവമത്രേ, നടത്തുന്നതും വഴി കാണിക്കുന്നതും ദൈവമാണ്. അതിനു വേണ്ടിയാണ് നമുക്ക് കൂട്ടിരിപ്പാൻ വേണ്ടി, നമ്മെ നിയന്ത്രിക്കുവാൻ വേണ്ടി, നടത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണ വിധേയത്തിൽ അവൻ്റെ സന്നിധിയിലത്രേ. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ താല്പര്യപ്രകാരമല്ല നമ്മൾ ജീവിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ഒരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മറ്റുള്ളവർ സോക്കോൾഡ് ക്രിസ്ത്യൻസ് എന്തും പറഞ്ഞുകൊള്ളട്ടെ, അവർ നമ്മെ എന്തും വിധി എഴുതിക്കൊള്ളട്ടെ, അവർ പറയുന്നതനുസരിച്ച്, അവർ വിധിക്കുന്നതനുസരിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓർക്കുക, അങ്ങനെയുള്ളവർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ, നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിന് ചാഞ്ചല്യം നേടാറുണ്ട്. ഞാനൊരു ദൈവ പൈതലാണോ എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് നടക്കയില്ല എന്നുള്ളതായ ഒരു ചിന്താഗതിയുടെ പുറത്ത് നമുക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. നമ്മുടെ മനസ്സാക്ഷി ദൈവവുമായിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതായ ബന്ധത്തിലാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുക. ഈ നെഗറ്റീവ് പറയുന്നവരെ, എതിരെ പറയുന്നവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തണം. അവരുമായിട്ടുള്ള സംസർഗവും അവരുമായിട്ടുള്ള സഹകരണവും ഒഴിവാക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ അവർ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന് കോട്ടം തട്ടുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം നേടുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം നേരിടുമ്പോൾ, ഒരു യാത്ര നടക്കുമ്പോൾ, ഇപ്പോൾ മഴക്കാലത്ത് യാത്ര നടക്കുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴാറുണ്ട്. റോഡിന് കുറുകെ മരങ്ങൾ ഒഴിഞ്ഞു വീണാൽ അത് വെട്ടുമാറ്റിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് വെട്ടിമാറ്റുന്ന അത്രയും സമയം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുകയാണ്, നമ്മുടെ യാത്രയ്ക്ക് ഭംഗം നേരിടുകയാണ്. കൃത്യസമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തുവാൻ സാധിക്കത്തില്ല. ഇത്തരക്കാർ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നവരാണ്. കൃത്യമായിട്ട് അങ്ങ് എത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിന് വർധനവ് വരുത്തുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉണർവേകുന്ന സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെയുള്ളത് മാത്രമേ കേൾക്കുവാൻ കേൾക്കാവൂ എന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത്. അല്ലാതുള്ളതിനെയെല്ലാം നമ്മുടെ വിശ്വാസ്യതയിൽ ഭംഗം വരുത്തുന്നവയാണ്, നമ്മുടെ ജീവിതത്തിൽ കോട്ടം വരുത്തുന്നവയാണ്. നമ്മുടെ വിടുതൽ, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ഉയർച്ച
ഇതിനെല്ലാം അത് തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവപൈതലെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അത്തരം ഉള്ളതിനെയെല്ലാം വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഇടയായി തീരുമാറാകട്ടെ.